കണ്ണൂർ വളക്കയിലാണ് സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചത്. ഒപ്പം ഒരു വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. 12 വിദ്യാർത്ഥികളെയാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ആരോഗ്യനില പ്രശ്നമില്ല, പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന വിവരം കൂടി വരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അരുൺ, ഈ കുട്ടികളുടെ പരിക്ക് സംബന്ധിച്ച് എത്ര കുട്ടികളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്, ഇതിലൊരു വ്യക്തത വരുന്നുണ്ടോ? കണ്ണൂർ വളക്കയിലാണ് സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സ്കൂൾ ബസ് മലക്കം മറിഞ്ഞ് റോഡിൽ പതിക്കുകയായിരുന്നു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ടു എന്നതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലഭിച്ച വിവരമനുസരിച്ച് പറയുന്നത്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിൻ്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ഈ അപകടമുണ്ടായത്. ഒരു വിദ്യാർത്ഥി ഈ മറിഞ്ഞ ബസ്സിനടിയിൽപ്പെട്ടാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരവുമാണ്. ആകെ 12 വിദ്യാർത്ഥികളെയാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ, ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം സംബന്ധിച്ച് ഈ ബസ്സിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ ഒരു വ്യക്തത വരുന്നുണ്ടോ? ഗോകുൽ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 16 വിദ്യാർത്ഥികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൽ 13 വിദ്യാർത്ഥികളെയാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിൽ ഒരു വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു വിദ്യാർത്ഥിക്ക് ഇപ്പോഴും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അവരും ആ കുട്ടിയും ആശുപത്രിയിൽ, അതായത് തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയിലുള്ളത്. ഒരു വിദ്യാർത്ഥിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. 13 വിദ്യാർത്ഥികളെയാണ് ആശുപത്രിയിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചത്. അതിലൊരു വിദ്യാർത്ഥിയുടെ മരണമാണ് സ്ഥിരീകരിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ നിലവിൽ അവശേഷിക്കുന്ന ഈ ഒരു വിദ്യാർത്ഥി ഒഴിച്ചു നിർത്തിയാൽ മറ്റു വിദ്യാർത്ഥികളുടെ നില ഇപ്പോൾ അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ്. അവർ ഈ അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവർക്ക് കാലിനും കൈക്കുമെല്ലാം പരിക്കുണ്ട്, പക്ഷേ അത്ര ഗുരുതരമായ പരിക്കുകളില്ല എന്ന ആശ്വാസകരമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ മരിച്ച വിദ്യാർത്ഥിക്ക് തലക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ വിദ്യാർത്ഥി ഈ ബസ് മറിഞ്ഞതിനിടെ ബസ്സിനടിയിൽ പെട്ടുപോയി എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ കുട്ടിക്ക് അത്ര ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത്. ആ കുട്ടി ആദ്യം തളിപ്പറമ്പിൽ എത്തിച്ചു. വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടെ മരണം സംഭവിച്ചു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമുക്ക് മറ്റൊരു വിവരം ലഭിക്കുന്നത് ഈ ബസ് അല്പം അമിത വേഗതയിലായിരുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. നാട്ടുകാർ ചിലർ അങ്ങനെ പറയുന്നുണ്ട്. അത് ഒരു ഇറക്കമുള്ള സ്ഥലമാണ്, അല്പം കൂടി സ്ലോ ആയി അവിടെ ബസ് ഓടിക്കേണ്ടതാണ്. പക്ഷെ അല്പം വേഗതയിൽ തന്നെയാണ് ബസ് പോയത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്ത് ഇത് മുന്നോട്ട് പോകുന്നതിനിടെ നിയന്ത്രണം വിട്ട് മലക്കം മറിയുകയായിരുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ സമയം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ്, മടക്കയാത്രക്കിടെയാണ് ഈ അപകടം സംഭവിച്ചത്. ഇറക്കം മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട റോഡിലേക്ക് മറ്റൊരു റോഡ് വന്ന് ചേരുന്ന ഭാഗം കൂടിയാണ്. കുറച്ചുകൂടിയൊക്കെ ജാഗ്രത പുലർത്തി ആളുകൾ വാഹനം ഓടിക്കുന്ന ഒരു ജംഗ്ഷൻ കൂടിയായിരിക്കുമല്ലോ അത്, അല്ലേ? ഗോകുൽ, അത് തീർച്ചയായും ഈ സംസ്ഥാന പാതയാണ്. അതായത് വളക്കൈ പാലം ഉള്ളത് ഈ സംസ്ഥാന പാതയിലാണ്. ഈ സംസ്ഥാന പാതയിൽ നിന്ന് അല്പം കൂടി തെറ്റി മറ്റു റോഡിലേക്ക് തിരിയുന്ന ഒരിടത്താണ് ഈ അപകടം നടന്നത്. അവിടെ ചെറിയൊരു ഇറക്കം കൂടി ഉണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു മറ്റു റോഡ് ലിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്പം കൂടി വേഗത കുറച്ച് ഓടിക്കേണ്ടതാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് അല്പം കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ അമിത വേഗതയിൽ ഇറക്കം ഇറങ്ങി നിയന്ത്രണം വിട്ട് പിന്നെ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഇത് നിയന്ത്രണം വിട്ടു മറിഞ്ഞു എന്ന മലക്കം മറിഞ്ഞാണ് ഇത് അപകടത്തിൽ പെട്ടത്. വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ വളരെ ഒരു ഞെട്ടൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ നാട്ടുകാർ സംയോജിതമായി ഇടപെട്ടു. നാട്ടുകാർ ഏതായാലും വളക്കയിലാണ് ഈ സ്കൂൾ ബസ് മറിഞ്ഞുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. 13 കുട്ടികളെയാണ് ആകെ. ആ ബസ്സിലുണ്ടായിരുന്ന 16 കുട്ടികളാണ്. അതിൽ 13 കുട്ടികളെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ
പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടയിലാണ് മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ തളിപ്പറമ്പിൽ ചികിത്സയിലുള്ള ഒരു കുട്ടിയുടെ ആരോഗ്യനില അല്പം ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന വിവരം കൂടിയാണ് അരുൺ പൂപ്പറമ്പ പങ്കുവച്ചത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തളിപ്പറമ്പിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് 12 വിദ്യാർത്ഥികളാണ്. അതിൽ ഒരു വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അല്പം ഗുരുതരമെന്ന വിവരം ആണ് അരുൺ പൂപ്പറമ്പ പങ്കുവെക്കുന്നത്. നാട്ടുകാർ അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷികൾ ഉടൻ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നത് ഈ സ്കൂൾ ബസ് അല്പം വേഗത്തിലാണ് വന്നത്. അതാണ് ഈ ഇറക്കമാണ്, ഒരു പ്രധാനപ്പെട്ട റോഡുമായിട്ട് ചേരുന്ന ഭാഗമാണ്. അവിടെയും ഈ സ്കൂൾ ബസ് വേഗത്തിൽ വന്നതാണ് അപകടത്തിന് കാരണം ആയതെന്ന് നാട്ടുകാരും ദൃക്സാക്ഷികൾ പറയുന്നു. അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചത് മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകിയ ശേഷം മുന്നോട്ട് വരികയായിരുന്നു. ആ സമയത്ത് നിയന്ത്രണം വിട്ടതാണ്. വേഗതയുടെ കാര്യത്തിൽ സംശയമുണ്ട്, അമിത വേഗത്തിലായിരുന്നു എന്നത് സംശയമുണ്ടെന്നായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. ഏതായാലും അപകടത്തിൻ്റെ കാരണമടക്കം വിശദമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും സങ്കടകരമായ സംഭവമാണ്, നടുക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഒരു സ്കൂൾ ബസ് അങ്ങനെ മലക്കം മറിഞ്ഞ് മറ്റൊരു റോഡിലേക്ക് പതിക്കുന്നു. ആ മലക്കം മറിയുന്നതിനിടയിലാണ് ഒരു വിദ്യാർത്ഥി ആ ബസ്സിന് അടിയിൽപ്പെട്ടത്. അങ്ങനെ ബസ്സിന് അടിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് മരിച്ചത്. ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. 16 കുട്ടികളുമായാണ് ഈ സ്കൂൾ ബസ് കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ സ്കൂൾ ബസ് സഞ്ചരിച്ചിരുന്നത്. അതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്.